കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നേരത്ത് കത്രിക വയറ്റിനകത്ത് വിട്ടുപോയ ഹർഷിന, ഇങ്ങനെ എത്രയെങ്കിലും ഇരകൾ അവർക്കൊക്കെ കിട്ടേണ്ട നീതി ഉറപ്പാക്കേണ്ട പണി UDF ഗവൺമെന്റിനാണ്. ഗവൺമെന്റിന്റെ വീട് കൊടുത്തു എന്ന് പറയുന്നത് നാടകമായിരുന്നു. അത് പലയിടത്തും അവർക്ക് താമസ സൗകര്യം ആയിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ അത്തരത്തിലുള്ള അനവധി ആളുകളുടെ നീതി, അവരുടെ പുനരധിവാസം തുടങ്ങിയുള്ള പ്രശ്നങ്ങളുണ്ട്. നാളെ ഉരുൾപൊട്ടരുത്. ഇടുക്കിയിലോ ഹൈറേഞ്ചിലോ വയനാട്ടിലോ അട്ടപ്പാടിയിലോ ഒന്നും ഈ തരത്തിൽ ദുരന്തം ഇല്ലാതെ നോക്കാൻ പ്രകൃതിയോട് നമ്മൾ എന്ത് മര്യാദ കാണിക്കണം എന്ന് നമ്മൾ പഠിക്കണം. മാധവ് ഗാഡ്ഗിൽ ഇതിനിടയ്ക്ക് മരിച്ചുപോയി. അത്തരം കാര്യങ്ങൾ പഠിക്കാൻ ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ തന്നെ വെക്കണം എന്ന് ഞാൻ പറയുന്നത്. പുതുതായിട്ട് ഭരണമേൽക്കാൻ പോകുന്ന UDF ഗവൺമെന്റിന്റെ ഭാരം വളരെ കൂടുതലാണ്. 10 കൊല്ലത്തെ ദുർഭരണത്തിൻ്റെ അഴുക്ക് മുഴുവൻ വൃത്തിയാക്കുന്ന ഒരു പണിയുണ്ട്. അവർ തന്നെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ പരിഹാരം കാണണം. ഉദാഹരണം പറയുമ്പോൾ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ, അല്ലെങ്കിൽ വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് കിട്ടേണ്ട നീതി, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നേരത്ത് കത്രിക വയറ്റിനകത്ത് വിട്ടുപോയ ഹർഷിന, ഇങ്ങനെ എത്രയെങ്കിലും ഇരകൾ അവർക്കൊക്കെ കിട്ടേണ്ട നീതി ഉറപ്പാക്കേണ്ട പണി UDF ഗവൺമെൻറ്റിനാണ്. കാരണം നിങ്ങൾ നിയമസഭയിൽ പ്രസംഗിച്ചതും നാട്ടിൽ പ്രസംഗിച്ചതും പത്രത്തിൽ എഴുതിയതും ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വന്നതൊക്കെ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. ഈ 102 ആളെ ജയിച്ചിട്ടുള്ളെങ്കിലും നിങ്ങൾക്കറിയുന്ന മാതിരി 140 മണ്ഡലങ്ങളെയും പ്രതിനിധീകരിക്കുന്നതിനെയാണ് ഗവൺമെൻറ് എന്ന് പറയാം. അപ്പം ഞാൻ അതിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരിതബാധിതരായ ആളുകളോട് ഏതെങ്കിലും ഒരു പാർട്ടി എന്തെങ്കിലും വാസ്തവമായ മര്യാദ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് മാത്രമാണ്. അവരന്ന് പ്രതിപക്ഷത്തുള്ളൊരു പാർട്ടിയാണ്. പ്രതിപക്ഷത്തുള്ള വലിയൊരു പാർട്ടിയാണ് കോൺഗ്രസ് മര്യാദ കാണിച്ചിട്ടില്ല. ഞാനത് ഇപ്പോൾ പറയുന്നതല്ല, ഇലക്ഷൻ മുമ്പേ പറഞ്ഞതാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ വീട് കൊടുത്തു എന്ന് പറയുന്നത് നാടകമായിരുന്നു. അത് പലയിടത്തും അവർക്ക് താമസ സൗകര്യം ആയിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ അത്തരത്തിലുള്ള അനവധി ആളുകളുടെ നീതി, അവരുടെ പുനരധിവാസം തുടങ്ങിയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ മുണ്ടക്കൈ ചൂരൽമലയിൽ ഈ കഷ്ടം അനുഭവിച്ച ആളുകളെ സംരക്ഷിച്ചാൽ മാത്രം പോരാ, അത്തരം ദുരന്തങ്ങൾ ഇനി വരാതെ നോക്കാൻ എന്തു വേണം? ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ക്വാറികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എവിടേക്കാണ് ക്വാറി? എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 941 പഞ്ചായത്തുണ്ട്. ക്വാറി ഇല്ലാത്ത ഒരു പഞ്ചായത്തും ഇല്ല എന്നാണ് എൻ്റെ ധാരണ. ഞാൻ കണക്കെടുത്ത് പറയുന്നതല്ല. പോകുന്ന എല്ലായിടത്തും ക്വാറിയുണ്ട്, മണൽവാരലുണ്ട്, മരം വെട്ടുണ്ട്. അപ്പോൾ ഒരു പരിസ്ഥിതി നയം ഗവൺമെൻറ്റിന് ഉണ്ടാവണം. അത് UDF വേണം. അതിൽ ഓരോ പാർട്ടിക്കും ഒരു പരിസ്ഥിതി നയം വേണം. നാളെ ഉരുൾപൊട്ടരുത്. ഇടുക്കിയിലോ ഹൈറേഞ്ചിലോ വയനാട്ടിലോ അട്ടപ്പാടിയിലോ ഒന്നും ഈ തരത്തിൽ ദുരന്തം ഇല്ലാതെ നോക്കാൻ പ്രകൃതിയോട് നമ്മൾ എന്ത് മര്യാദ കാണിക്കണം എന്ന് നമ്മൾ പഠിക്കണം. മാധവ് ഗാഡ്ഗിൽ ഇതിനിടയ്ക്ക് മരിച്ചുപോയി. അത്തരം കാര്യങ്ങൾ പഠിക്കാൻ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ തന്നെ വെക്കണം എന്ന് ഞാൻ പറയുന്നത്. കാരണം ഇനി ഒരു ഉരുൾപൊട്ടൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ ഇവിടെ 10 കൊല്ലം കൊണ്ട് പെരുകിയ മദ്യശാലകളുടെ എണ്ണമുണ്ട്. അതൊക്കെ പ്രസംഗത്തിൽ ഇവരൊക്കെ പറയുന്ന ആ മദ്യശാലകളുടെ എണ്ണം എങ്ങനെ കുറയ്ക്കാം, ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ നിലവാരം തകർന്നു പോയി എന്നുള്ളത് 100 ഉദാഹരണങ്ങളുണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം തകർന്നു പോയതിന് 100 ഉദാഹരണങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് സമയബന്ധിതമായി അത് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം UDF ഗവൺമെൻറ് എന്താണ് സാമൂഹ്യനീതി. വികസനം എന്ന് പറയുന്നത് റോഡും പാലവും മാത്രമല്ല. ഇവിടെ റോഡ് ഉണ്ടായിട്ടുണ്ട്, പാലം ഉണ്ടായിട്ടുണ്ട്, വിമാനത്താവളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്കൂള് എന്ന് പറയുന്നത് അതിൻ്റെ ബിൽഡിംഗ് അല്ല, അതിൻ്റെ മുറ്റത്തെ ഇൻ്റർലോക്ക് അല്ല, അതിനകത്തെ AC അല്ല, അതിനകത്തെ കമ്പ്യൂട്ടറല്ല. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയരണം. ഇവിടുത്തെ വികസനം എന്ന് പറഞ്ഞാൽ കർഷക പ്രദേശമാണ് കേരളം. കർഷകന് ഏത് തരത്തിലുള്ള വികസനം ഉണ്ടായി, ഇവിടുത്തെ നെൽകൃഷി എന്തായി, തെങ്ങ് കൃഷി എന്തായി, കൈതച്ചക്ക എന്തായി, ഇതൊക്കെ പ്രശ്നമല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും ആത്മഹത്യ ചെയ്യുന്ന ആരാണ്? കർഷകരാണ് ആത്മഹത്യ ചെയ്യുന്നത്.
വയനാട് കൃഷിയുടെ നാടാണ്. വയനാട്ടിൽ മാത്രം 2500 കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മറന്നു പോരുത്. അതുകൊണ്ട് വികസനം എന്ന് പറയുന്നത് റോഡും പാലവുമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന്, റോഡും പാലവും വേണ്ടാന്നല്ല, റോഡും പാലവും വേണം. അതിനേക്കാൾ പ്രധാനമാണ് കൃഷി, അതിനേക്കാൾ പ്രധാനമാണ് വിദ്യാഭ്യാസം, അതിനേക്കാൾ പ്രധാനമാണ് ആരോഗ്യം, അതിനേക്കാൾ പ്രധാനമാണ് സാമൂഹ്യനീതി. ഈ ഒരു കാര്യം UDF ഗവൺമെൻറ് അധികാരത്തിലേറുമ്പോൾ അവരുടെ ഓർമ്മയിൽ വേണം എന്നാണ് ഞാൻ പറയുന്നത്.